ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും കുറേ പേർക്കൊക്കെ അറിയാവുന്ന ഒരു ചാനലാണ് നമ്മുടെ റിഷ മൊയ്തു ഫാമിലി. ആ ഇത്താൻ്റെ ഒരു വീഡിയോ ഇന്ന് ഞാൻ കണ്ടു. എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. ആ ഇത്താടെ ഇപ്പം അതിൻ്റെ ആ ക്യാപ്ഷൻ തന്നെയാണെങ്കിൽ എന്തിനാ മക്കളോട് ഇത്ര ക്രൂരത എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒട്ടുമിക്ക കാര്യങ്ങൾക്കൊന്നും ആ ഇത്ത അങ്ങനെ പ്രതികരിച്ചിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അത്രയും ആ ഇത്തായ്ക്ക് സങ്കടം തോന്നിയിട്ടായിരിക്കും പ്രതികരിച്ചത്. കാരണം തൻ്റെ മക്കളെ പറയുമ്പോൾ ആ ഉമ്മമാർക്കല്ലേ വേദന എടുക്കൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ മാതാവ് അങ്ങനെ പ്രതികരിക്കാൻ കാരണം. ഞാൻ ആ കമൻറ്റ് ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്നത് വായിച്ച് നോക്കണം. അതായത് ഇങ്ങനെയാണ് ആ കമൻറ്റ് കൊടുത്തിരിക്കുന്നത്: പെറ്റുകൂട്ടിയേക്കുക, അതിന് വരെ സെൻറ്റിമെൻറ്റ്സ്, ഗാസയാണ് ഓർമ്മ വരുന്നത്, എല്ലാത്തിനെയും ഭസ്മമാക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ കമൻറ്റ് അത് ആരെയാണ് പറയുന്നതെന്ന് വെച്ചാൽ ആ ഇത്താൻ്റെ മക്കളെയാണ്. ആ ഇത്തായ്ക്ക് 6 മക്കളാണ്. അപ്പോൾ അതിനെ പറ്റിയാണ് അവർ പറയുന്നത്. എല്ലാത്തിനെയും എന്തിനാ മക്കളെ ഭസ്മമാക്കണമെന്ന് പറഞ്ഞേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യനൊക്കെ എന്തോ കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. കാരണം അവർക്ക് 6 മക്കൾ, അവർ പൊന്നുപോലെ എത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടും കഷ്ടപ്പാടുണ്ടായിട്ടും അവർക്കതൊരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല. അവരതിനെ ആ മക്കളെ വളർത്താൻ വേണ്ടിയാണ് അവരത്രയും കഷ്ടപ്പെടുന്നത്. ആദ്യത്തെ ഇപ്പോൾ പുതിയൊരു ഈ റിബണ്, പിന്നെ അതുപോലെ തന്നെ പല പല ജോലികളാണ് അവർ ചെയ്തു നോക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് ആ പൊന്നുമക്കളെ വളർത്തണമെന്ന് ആ മാതാവിൻ്റെ ഓരോ എഫേർട്ടും കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇന്ന് ആ മാതാവ് പ്രതികരിച്ചത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. ആ വ്യക്തിക്കൊക്കെ എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറയാൻ തോന്നുന്നു? കാരണം ഒരു കമൻ്റ് ആണെങ്കിലും ശരിയാണ്, കമൻ്റ് ഇടുന്നവർക്ക് അതൊന്നും വേദനിക്കത്തില്ല. കാരണം ഇത് കാണുന്നവർക്കും അതുപോലെ തന്നെ ഇത് ആരെയാണോ പറഞ്ഞത് അവർക്കേ അതിൻ്റെ വേദന എത്രത്തോളം വലുതാണെന്ന് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. ആ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരിയാ, അവർക്ക് ഇന്നൊരു വീട് പോലും നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു അവസ്ഥയിലാണ് അവരിപ്പം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ മക്കളെ പറ്റി പറയുമ്പോൾ എത്രത്തോളം ആ മാതാവ് വേദനിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ എന്തോ കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് പോലും ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. നമുക്കെല്ലാവർക്കും മക്കളെ, ചിലർക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഒരുപാട് കൊതിക്കുന്നവരുണ്ട്. ചിലർ മക്കളെ കിട്ടിയിട്ട് ചിലപ്പം മക്കളെയും കൊണ്ട് ഒരുപാട് വേദനിക്കുന്നവരുണ്ട്. ഈ ഇടയ്ക്ക് തന്നെ കണ്ടില്ലേ നമ്മുടെ മലപ്പുറത്തൊരു ഉമ്മാനെ വെട്ടിക്കൊന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും മക്കളില്ലാതെ ഇന്ന് എന്തോരം പേര് ട്രീറ്റ്മെൻറ്റിലൂടെയും ഒക്കെ എന്തോരം പൈസ ചിലവാക്കി കഴിയുന്നു. അപ്പോൾ അവർക്ക് കിട്ടുന്ന മക്കൾ, അവർ ആ മക്കളെ പൊന്നുപോലെയാണ്. അപ്പോൾ പെറ്റുകൂട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇത്രയും മക്കൾ വേണമെന്ന് അവർക്ക് ആഗ്രഹമുള്ളതും കൊണ്ടാണ് അവർക്ക് ആ മക്കളെ ദൈവം കൊടുത്തതും അവരതിനെ പൊന്നുപോലെ, അല്ല ഇപ്പോൾ ഉള്ള 2 ഇരട്ട കുഞ്ഞുങ്ങളാണ്, അതുങ്ങളെ നോക്കുന്നത് തന്നെ കണ്ടാൽ നമുക്ക് സങ്കടം വരും. അതായത് പൊന്നുപോലാണ്. അത്രയും വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും മക്കളുടെ സന്തോഷത്തിന് വേണ്ടി അവരെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരിക്കലും അപ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഹസ്ബൻഡ് ചിലപ്പം ജോലിക്ക് പോലും പോകാതെ 2 ഇരട്ട കുഞ്ഞുങ്ങളാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്ക് ഈ പറയുന്ന പോലെ PCOD ഒക്കെ കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് 4 വർഷമായിട്ട് മക്കൾ ഒന്നും ഉണ്ടാകാതെ ഒരുപാട് ഞാൻ ഹോസ്പിറ്റലെന്ന് പറഞ്ഞാൽ പല ഹോസ്പിറ്റലും കാര്യങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേദന എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയാം. എനിക്ക് ലാസ്റ്റിൽ ഞാനിങ്ങനെ കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, അല്ലാ എനിക്ക് ഒരു കുഞ്ഞിനെങ്കിലും എനിക്കൊന്ന് തരണേ റബ്ബേ എന്ന് പറഞ്ഞാൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റിൽ ഇങ്ങനെ നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഒരുപാട് ഹോസ്പിറ്റലിലും കാര്യങ്ങളിലൊക്കെ പോയിട്ടാണ് ലാസ്റ്റിൽ PCODയുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്താണ് എനിക്ക് ഒരു ഇരട്ട കുഞ്ഞുങ്ങളുണ്ടായി. അപ്പോൾ അതുങ്ങളെ നോക്കാൻ എത്രത്തോളം പാടാന്ന് അങ്ങനെയാണ്. അവർക്ക് ആ ഇരട്ട കുഞ്ഞുങ്ങൾ മാത്രമല്ല, അങ്ങനെ അവർക്ക് 6 മക്കളാണ്. അപ്പോൾ അത്രയും ആ മക്കളെ അവർ പൊന്നുപോലെ സ്നേഹിച്ചാണ് അവർ വളർത്തുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് അവരുടെ വീട് നഷ്ടപ്പെടാൻ പോകുന്നു, കടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന അവരെ വീണ്ടും സങ്കടപ്പെടുത്തുക, അതായത് ഒരു കുഞ്ഞുങ്ങളെ ഭസ്മമാക്കും, അത് പറയാൻ തന്നെ അവർക്ക് എന്തൊരു യോഗ്യതയാണുള്ളതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.